ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയൊരുയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കോഴ്സിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ കാര്യമാണ് നമ്മുടെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലേ, ഡിഗ്രിക്ക് 50% ആൻഡ് അബവ് മാർക്സ് ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു കോഴ്സിന്റെ പ്രത്യേകത, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എക്സാം നമുക്കറിയാം. മറ്റ് എക്സാംസ് പോലെ ഒരു എക്സാം പാറ്റേൺ ഒന്നും വരുന്ന ഒരു എക്സാം അല്ല ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ എല്ലാവരും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നു, പെട്ടെന്ന് വരുന്നു ഒക്കെ കുറേ ഫാക്ട്സ് നിങ്ങൾ കണ്ടാണ്. അപ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രിസൈസ് ഇൻഫർമേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്നത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, മറ്റ് നോട്ടിഫിക്കേഷൻസ് പോലെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിയുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരിക, അല്ലെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരിക എന്നൊക്കെ പറയുന്ന ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു എക്സാം അല്ലേ ഇതെന്ന് പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഏറ്റവും വേഗത്തിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വളരെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ പോലും, നല്ലൊരു ജോബ് പ്രൊഫൈൽ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ പോലും, വലിയ ലാഗോ ഡിലോയോ ഒന്നുമില്ലാതെ തന്നെ വളരെ വേഗത്തിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റും കൂടിയാണ്, ഒരു എക്സാമും കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2024 മാർച്ചിനാണ് ലാസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മാർച്ച് 2024 പക്ഷേ ഈ മാർച്ച് 2024 എന്ന് കാണുമ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാർച്ച് 2024 എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ജൂലൈ 2024 വരെ ആയിരുന്നു. ഓക്കെ, ജൂലൈ 2024 വരെ ആയിരുന്നു അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജൂലൈ 2024 വാലിഡിറ്റി ഉള്ള ലിസ്റ്റ്, അതിന് ഏകദേശം 3 മാസം മുൻപ് മാത്രമാണ് അടുത്ത എക്സാമിന്റെ എന്ത് വന്നിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം പ്രിലിംസ് എക്സാം ആണ്. പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ട്, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്. അതിൽ ഒബ്ജക്റ്റീവ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ത് ചെയ്യുള്ളൂ, വാല്യൂ ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ മറ്റ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഒക്ടോബറിൽ പ്രിലിംസും നടന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഫെബ്രുവരിയിൽ എന്ത് നടന്നു, അതിന്റെ ഇന്റർവ്യൂ മറ്റ് പ്രൊസീജിയേഴ്സും എല്ലാം നടക്കുകയുണ്ടായി. അങ്ങനെ മാർച്ച് 2025 എന്തും വന്നു, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും വന്നു, ലാസ്റ്റ് റാങ്ക് ലിസ്റ്റും വന്നു. നിങ്ങൾ ആലോചിക്കുക, ജൂലൈ 2024 വരെ ആയിരുന്നു അതിന്റെ തൊട്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് ജൂലൈ 2024 വരെ ആയിരുന്നു. അതിനുശേഷം ഏകദേശം മാർച്ചിലാണ് പിന്നീട് എന്ത് വരുന്നത്, അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലെ, അപ്പൊ അത്രയും കാര്യം ശ്രദ്ധിക്കുക. അല്ല, ഒരിക്കലും നമ്മൾ മറ്റ് എക്സാംസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിയുന്ന പിറ്റേ ദിവസം തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കേസിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരെണ്ണത്തിന്റെ വാലിഡിറ്റി കഴിയും ഉടനെ അടുത്ത് നടക്കാന്നുള്ള രീതിയിലാണോ നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ടത്? അല്ല, ഒരിക്കലും അങ്ങനത്തെ ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ അങ്ങനെ നടക്കണമെന്നുള്ള നിർബന്ധമൊന്നും ഇതിന്റെ കേസിലില്ല, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കേസിലില്ല. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനും പ്രിലിംസ് എക്സാമും തമ്മിൽ എത്രയാണ്, ഏകദേശം ഒരു 7 മാസത്തെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഏകദേശം ഒരു 7 മന്തിന്റെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ശേഷം ഉടനെ വരിക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്ത റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ എക്സാം നടക്കുക, ആ ഒരു സിസ്റ്റം ഒന്നും അല്ല ഫോളോ ചെയ്യുന്നത്. അല്ലേ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഉടനെ നിങ്ങൾ അടുത്ത് ഇപ്പൊ മാർച്ചിൽ വന്നു, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർച്ചിൽ വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള മിക്കവരുടെയും നിയമനം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 1 വർഷ കാലയളവിനകത്ത് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ നിയമനം എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുക. കാരണം നിയമനം നടക്കുന്ന മറ്റ് കമ്പനി ബോർഡ് പോലെയോ കോർപ്പറേഷൻ പോലെയോ പല കോർപ്പറേഷനിലോട്ടോ ബോർഡിലോട്ടോ ഒന്നും അല്ല നിയമനം നടക്കുന്നത്, പല യൂണിവേഴ്സിറ്റീസോ ഒന്നുമില്ല. അല്ലെ, ഒരൊറ്റ ഓഫീസ് നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ ഹൈക്കോർട്ടിലേക്ക് മാത്രമാണ്, അവിടുത്തെ പല സെക്ഷൻസിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് നിയമനം നടക്കുക. അല്ലെ, അപ്പൊ ട്രാൻസ്ഫർ ഇല്ല, അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലേക്ക് മാറാം, മറ്റതൊന്നുമില്ല. അവിടുത്തെ ഡിഫറൻറ്റ് സെക്ഷൻസിലേക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, അപ്പോയിന്റ്മെന്റ് കിട്ടുക. അല്ലെ, അപ്പൊ അതിലേക്ക് ഒരുപാട് പേര് വരും എന്നല്ല, പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മെജോറിറ്റി ആളുകൾക്കും ഈ ഒരു വർഷം കൊണ്ട് തന്നെ എന്ത് നടന്നിട്ടുണ്ട്, ഇവിടെ നിയമനവും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ
എപ്പോൾ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇപ്പോൾ ഡിഗ്രിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നവർ ഇതിനെക്കുറിച്ച് വലിയ ടെൻഷൻ ആവണമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഉടനെ അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വന്ന് ഉടനെ ഒരു എക്സാം അങ്ങോട്ട് എടുപിടിയിൽ നിന്ന് നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ അതല്ല സത്യം. അങ്ങനെ നടക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് അടുത്തത് വരാൻ പോകുന്ന ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കൊക്കെ ആയിരിക്കും മിക്കവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ നമുക്കൊരു ലീസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന 2026 ഡിസംബർ ഒക്കെ ആയിരിക്കും. മേ ബി അത് കഴിഞ്ഞ് 2027 ആദ്യമൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഞാനൊരു 2 കാറ്റഗറിയായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഡിഗ്രിയിലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഇപ്പോഴത്തെ ഡിഗ്രിയിലെ എക്സാംസിന് ബാച്ചസിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഹൈക്കോർട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് പോകണമെന്ന് ചോദിച്ചാൽ അതൊരിക്കലും പ്രിഫറബിൾ അല്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മെയിൻസ് എക്സാമിന് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം, അത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടവർ തന്നെയാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എക്സാംസിനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ആവശ്യമുള്ള ഒരു എക്സാം തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഞാൻ പറഞ്ഞല്ലോ, നോർമൽ PSC എക്സാംസിന്റെ ഡിഗ്രിയിലാണെങ്കിൽ പോലും ആ ഒരു നോർമൽ എക്സാം പാറ്റേണിൽ നിന്ന് വളരെ വ്യത്യാസമായി. ഫോർ എക്സാമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേണിൽ വരുന്നത്, അതുപോലെ ഇംഗ്ലീഷിലാണ് എക്സാമുകൾ വരുന്നത്. അപ്പോൾ അങ്ങനത്തേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരു എക്സാമും കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ നിലവിൽ ഇപ്പോൾ നിങ്ങൾ മറ്റേ എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ ലോങ് ടേം പ്രിപ്പറേഷനോട് കൂടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ് ഏതെന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ 2 രീതിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോഴത്തെ ഡിഗ്രി പ്രിലിംസും ഡിഗ്രി മെയിൻസും ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഒരു എക്സാം തന്നെയാണ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുവേണ്ടത്. അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരിക, പെട്ടെന്ന് അതിൻ്റെ എക്സാം നടക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് സത്യാവസ്ഥ. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതിലേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാതിരിക്കുക, ഫോക്കസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് അഡ്മിഷൻസ് ലോങ് ടേം പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ എക്സാമിന് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നേരത്തെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യാം, നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻസ് ഒക്കെ ഉറപ്പ് ഞാൻ ലോങ് ടേം പ്രിപ്പറേഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ടൈം കളയാനായിട്ട് ഇരിക്കേണ്ട. നമ്മുടെ ക്ലാസ്സസ് അധികം താമസിക്കാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസും എക്സാം പാറ്റേണും എല്ലാം വരുന്ന വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സീ യു ഓൾ ദ ബെസ്റ്റ്.